ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭീകരരാഷ്ട്രം എന്നാണ് ഇറാനെക്കുറിച്ച് പറയുന്നത്. ആരാ പറയുന്നത്? ഇന്ത്യ ഭരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ദേശീയ നേതൃത്വമുള്ള ഒരാളാണ്. ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭീകരരാജ്യം ഇന്ന് ഇറാനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു. ഇന്ത്യയുടെ വിദേശ നയം, ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള പൊസിഷൻ എന്താണ് ഇറാനുമായി ബന്ധപ്പെട്ട്? ഡിപ്ലോമാറ്റിക് ലാംഗ്വേജിൽ പറഞ്ഞാൽ ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ ഇറാനെക്കുറിച്ചുള്ള ഇന്ത്യയുടെ പൊസിഷൻ എന്താണ്? നമ്മുടെ സ്ട്രാറ്റജിക് പാർട്ട്ണറാണ്. നോക്ക്, ഇന്ത്യയുടെ ഔദ്യോഗിക വിദേശ നയത്തിൻ്റെ നയം സ്ട്രാറ്റജിക് പാർട്ട്ണർ എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് RSSൻ്റെ ദേശീയ നേതാവ് എന്താ പറയുന്നത്? ഭീകരരാജ്യം എന്നാണ്. ഈ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുക ഇറാൻ വിദേശകാര്യമന്ത്രി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ ഇറാൻ വിദേശകാര്യമന്ത്രിയെക്കുറിച്ച് ഇവിടെയുള്ളൊരു ടെലിവിഷൻ കമൻറ്റേറ്റർ എന്താണ് ഗൗരവ് ആര്യ, അയാൾ ടെലിവിഷനിൽ പറയുകയാണ് ഇയാൾ പന്നിയാണ്, പന്നിയുടെ സന്തതിയാണ്. ഇറാൻ ഔദ്യോഗികമായിട്ട് തന്നെ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. ഒന്ന് ആലോചിച്ചു, നമ്മൾ സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ട് കാണുന്ന ഒരു രാജ്യം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് INSTC എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസിറ്റ് കോറിഡോർ എന്ന് പറയുന്ന സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഇന്ത്യയിലേക്കുള്ള ചരക്കുകൾ പോകാനുള്ള സംവിധാനം INSTC എന്ന് വെച്ചാൽ ഇറാനും ഇന്ത്യയും തമ്മിലൊരു പ്രോജക്റ്റാണ്. ഷബാർ പോർട്ട്, ഇറാനിൽ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്ന പോർട്ടാണത്. ഒരുപക്ഷെ മറ്റൊരു രാജ്യത്ത് ഇന്ത്യക്ക് അങ്ങനെ ഉണ്ടാവില്ല. ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്ന പോർട്ടാണ്, സീ പോർട്ട്, ഇറാനിലെ സീ പോർട്ടാണ് ഷബാർ പോർട്ട്. ഇന്ത്യക്ക് വേണ്ടിയാണ് അത് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ളൊരു രാജ്യത്തെക്കുറിച്ച് ഭരണകൂടത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള, ഭരണകൂടത്തെ നയിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഈ നിലക്ക് പരസ്യ പ്രസ്താവന നടത്താൻ എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അറിയോ? അവർക്ക് ഇറാൻ എന്താണ്? ഇറാൻ മുസ്ലിങ്ങൾ ധാരാളമുള്ള രാജ്യമാണ്. അപ്പം ഇവിടുത്തെ ഡൊമസ്റ്റിക് എനിമിയെ അവനെ ചീത്ത പറഞ്ഞാൽ ഇവിടെ കൊള്ളും എന്നുള്ളതാണ് കാണുന്നത്.